പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി ഇരട്ട അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരു തരം അഴിമതി എന്നത് ബി ജെ പിക്ക് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പണികളാണ്. രണ്ടാമതൊന്ന്, അവർ തന്നെ അഴിമതിക്കാരായി മാറി, അഴിമതിയുടെ കേന്ദ്രമായി മാറി, പിടിച്ചുപറിയുടെ കേന്ദ്രമായി മാറി. നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയുക, രാജ്യത്തിൻ്റെ എക്കോണമിയെ സ്ട്രെങ്തൻ ചെയ്യുക, എക്കോണമിക്ക് സേഫ് ഗാർഡായി മാറുക, ഈ ലക്ഷ്യത്തോടൊക്കെയാണല്ലോ ഇ ഡി പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ആവിർഭവിച്ച ഇ ഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരട്ട അഴിമതിയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ അഴിമതിയുടെ കാര്യം. ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ പാർലമെൻറ്റിൽ ഞാൻ തന്നെ ചോദിച്ച ഒരു ചോദ്യത്തിന് എനിക്ക് ലഭിച്ച ഫ്ലോറിൽ ലഭിച്ച ഉത്തരം, പാർലമെൻറ്റിൽ രേഖാമൂലം ലഭിച്ച ഉത്തരം, 2015 മുതൽ 25 വരെ മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എം പി, MLA അങ്ങനെ തുടങ്ങിയ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്നിവർക്കെല്ലാം എതിരെ എത്ര കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തു എന്ന ചോദ്യത്തിന് 193 കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നായിരുന്നു ഉത്തരം. അതിൽ കൺവിക്റ്റ് ചെയ്ത കേസുകൾ എത്രയാണ് എന്ന ചോദ്യത്തിന് വെറും 2 മാത്രമാണ് എന്നുമായിരുന്നു അന്ന് ഉത്തരമായി ലഭിച്ചത് പാർലമെൻറ്റിൽ തന്നെ. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇ ഡിയെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ അഴിമതിക്ക് വേണ്ടി പറഞ്ഞുവിടുന്നു. ഇ ഡി പോയി ആളുകളെ വേട്ടയാടി ബുക്ക് ചെയ്യുന്നു. അതിനുശേഷം അവർ BJP-യിലേക്ക് മാറുന്നു. ഉടനെ തന്നെ അവർ വിശുദ്ധരാകുന്നു. വളരെ പ്രസിദ്ധമായ വാഷിംഗ് മെഷീൻ പ്രയോഗമെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അത് ഒരു തരം അഴിമതി. നിങ്ങൾ നോക്കൂ, അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു അഴിമതി തന്നെയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപയാണ് വിവിധ കമ്പനികൾ BJP കൊടുക്കാൻ നിർബന്ധിതരായത്. അതിലും ഇ ഡിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണം, വാർത്ത അന്ന് വളരെ സജീവമായി വന്നിരുന്നു. നിങ്ങൾ നോക്കൂ, അതിനുശേഷമാണ് ഇപ്പോൾ ഇ ഡി തന്നെ അഴിമതിയായി മാറുകയാണ്. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മറ്റൊരു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് തന്നെ ഹിമാചൽ പ്രദേശിൽ സിംലയിൽ ഇ ഡിയെ അഴിമതിയുടെ കാര്യത്തിൽ ബുക്ക് ചെയ്യേണ്ടി വന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സമാന സ്വഭാവമുള്ള വാർത്തകൾ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരം വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നു എന്നതാണ്. കേരളത്തിൽ തന്നെ സമീപകാലത്ത് 2 സംഭവങ്ങളാണ് സമാന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഒന്നൊരു പുരോഹിതൻ വിക്ടിമായി മാറുന്ന, പരാതിക്കാരനായി മാറുന്നൊരു കേസ്. ഇപ്പോൾ കൊല്ലത്തെ മറ്റൊരു വ്യവസായി പരാതിക്കാരനാകുന്ന കേസ്. നിങ്ങൾ നോക്കൂ, ഇതിലെല്ലാം ഒരു കാര്യം വളരെ പ്രകടമാണ്. ഇ ഡിക്ക് അമിതാധികാരം നൽകിയിരിക്കുകയാണ്. ആ അമിതാധികാരത്തിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ച് ഇ ഡിക്ക് ഇന്ത്യയിലെ ഏത് പൗരന്മാരുടെയും, ഏത് ബിസിനസ്മാൻ്റെയും ഒക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്കും അതിൻ്റെ അക്കൗണ്ട് സ്വകാര്യതയിലേക്കും കടന്നു പോകാൻ കഴിയുന്നു. അയാളെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ട്രാക്ക് ചെയ്യുന്നതിലൊന്നും വേറെ പ്രശ്നമില്ല. നിയമപരമായി കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അന്വേഷണത്തിന് സഹായകരമാകുന്ന രീതിയിൽ സതുദ്ദേശത്തോടെ ചെയ്താൽ അതെല്ലാം നിയമപരമാണ്. ഇതങ്ങനെയല്ല. ദുരുദ്ദേശത്തോടെ ട്രാക്ക് ചെയ്യാൻ അവർക്ക് അമിതാധികാരം നൽകിയിരിക്കുന്നു. വളരെ അനായാസം ഒരു ക്രമക്കേട് കണ്ടെത്തുന്ന, പരിഹരിക്കാവുന്ന ക്രമക്കേടോ അല്ലെങ്കിൽ ചാർജ് ചെയ്യപ്പെടേണ്ട ക്രമക്കേടോ കണ്ടെത്തുന്ന ഒരു ആളെ, ഒരു ബിസിനസ്മാനെ സമീപിച്ച് അയാളുടെ മുഴുവൻ അക്കൗണ്ടും ഫ്രീസ് ചെയ്ത് കളയും. അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനൊക്കെയുള്ള അധികാരം അവർക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമെന്ന് പറയുന്നതോടുകൂടി അയാൾ സെറ്റിൽമെൻറ്റ് നിർബന്ധിക്കപ്പെടുകയാണ്. ഇതെല്ലാം ഏജന്റുമാരെ ഉപയോഗിച്ച് എത്ര പ്രൊഫഷണലായിട്ടാണ്, വളരെ പ്രൊഫഷണലായി ഒരു സിനിമാ തിരക്കഥയെ വെല്ലുന്ന വിധമാണ് എങ്ങനെയാണ് കള്ളപ്പണം ഉണ്ടാക്കേണ്ടത്, അഴിമതി നടത്തേണ്ടത്, ആ അഴിമതി പണം എങ്ങനെയാണ് വെളുപ്പിക്കേണ്ടത് എന്ന് ഒരു റിസർച്ച് കേന്ദ്രമായി, അഴിമതിയുടെ റിസർച്ച് കേന്ദ്രമായി ഇ ഡി, അഴിമതിയും കള്ളപ്പണവും തടയാനുള്ള ഇ ഡി മാറുന്നു എന്നത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് അത് വലിയ മങ്ങലാണ് ഏൽപ്പിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നിർഭയമായി ഒരാൾക്ക് ബിസിനസ് നടത്താൻ കഴിയുക? ആ ബിസിനസ് നടത്തുന്നയാളെ നിയമപരമായ പിശക് കാണിച്ചാൽ അയാളെ നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നതിനപ്പുറത്ത് അയാളെ വേട്ടയാടുക, അയാളെ തുലയ്ക്കുമെന്ന് പറയുക, അയാൾക്ക് നേരെ ഒരു എക്സോർഷൻ്റെ എല്ലാ സ്വഭാവവും വെച്ച് പുലർത്തിയാൽ
എങ്ങനെയാണ് രാജ്യത്തിൻ്റെ എക്കോണമി ശക്തിപ്പെടുക? എക്കോണമിക്ക് സേഫ് ഗാർഡാകേണ്ട ഒരു സ്ഥാപനം എക്കോണമിയെ തകർക്കുന്ന വിധം ബിസിനസ് നടത്തുന്നവരെയും ബിസിനസ് നടത്തുന്ന ആളുകളെയും ബുക്ക് ചെയ്ത് അവരെ കൊള്ളയടിച്ച് പണം കൊള്ളയടിക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തെ ഏത് ബിസിനസ്സുകാരനാണ് നല്ല നിലയിൽ ശരിയായ നിലയിൽ ബിസിനസ് നടത്താനും മുൻപോട്ട് പോകാനും കഴിയുക? അപ്പോൾ ഇത് കൊള്ളയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം.